ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ രണ്ടാം ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ന്യൂറോഗ്ലിയൽ സെൽസ്, ന്യൂറോഗ്ലിയൽ കോശം എന്ന് പറഞ്ഞ ഭാഗം. ന്യൂറോഗ്ലിയൽ സെൽസ്, ന്യൂറോഗ്ലിയൽ കോശം, അത് എൻ്റെ മക്കൾ നിർബന്ധമായി പഠിക്കണം. എൻ്റെ മനസ്സ് പറയുന്നു ഈ ഭാഗത്തുനിന്ന് ചോദ്യം ചോദിക്കാൻ നമുക്ക് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നോക്കിക്കോ, എന്താണ് ന്യൂറോഗ്ലിയൽ സെൽസ്, എന്താണ് ന്യൂറോഗ്ലിയൽ കോശം എന്ന് പഠിക്കണം. ന്യൂറോഗ്ലിയൽ കോശത്തിൻ്റെ പ്രത്യേകത ബ്രെയിനിലും സ്പൈനൽ കോളിലും അതിനകത്ത് കാണപ്പെടുക, അതായത് മസ്തിഷ്കത്തിൽ സുഷുമ്നയിലാണ് ഈ ന്യൂറോഗ്ലിയൽ സെൽസ്, ന്യൂറോഗ്ലിയൽ കോശം കാണപ്പെടുക. ഇവരുടെ പ്രത്യേകത, ഇവർക്ക് എബിലിറ്റി ടു ഡിവൈഡ്, ഇവർക്ക് വിഭജന ശേഷിയുണ്ട്. വിഭജനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ന്യൂറോഗ്ലിയൽ കോശത്തിന് ഒരു ന്യൂറോഗ്ലിയൽ കോശം രണ്ടെണ്ണം ആവാന്, അത് പിന്നെയും രണ്ടെണ്ണം ആവാന്, അങ്ങനെ ഇതിങ്ങനെ വികസിക്കാൻ, ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇവർക്ക് ഈ സ്റ്റിമുലൈ അല്ലെങ്കിൽ എന്താണ്, നമ്മളെ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനോ ആവേഗങ്ങളെ കൊണ്ടുപോകാനുള്ള കഴിവില്ല. എൻ്റെ ഉദ്ദീപനങ്ങൾ സ്വീകരിക്കാറിനാ ഞാനിവിടെ തൊട്ടു, ഈ തൊട്ടിട്ടുണ്ടെങ്കിൽ ആ തൊട്ട സന്ദേശം എൻ്റെ മസ്തിഷ്കത്തിൽ എത്തണ്ടേ, ബ്രെയിൻ എത്തണ്ടേ, അത് കൊണ്ടുപോകണം നമ്മൾ ന്യൂറോണാണ്, അല്ലാതെ ന്യൂറോഗ്ലിയൽ സെൽസ്, ന്യൂറോഗ്ലിയൽ കോശമല്ല. അപ്പോൾ ന്യൂറോഗ്ലിയൽ കോശത്തിൻ്റെ പ്രത്യേകത, ഇവർക്ക് വിഭജനം, എബിലിറ്റി ടു ഡിവൈഡ് ചെയ്യാൻ വിഭജന ശേഷിയുള്ളൂ, അല്ലാതെ അവർക്ക് എന്തില്ല കഴിവില്ല, ഒരു ആവേഗങ്ങൾ സ്വീകരിക്കാൻ ഒന്നുമില്ല കഴിവില്ല. പിന്നെ ഇവർ എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഫങ്ഷൻസ് ആണ് ബ്രിങ് ന്യൂട്രീഷൻ, എന്താണ് ന്യൂട്രിയൻസ് കൊടുക്കുന്നു, എലിമിനേറ്റ് വേസ്റ്റ്, മാലിന്യങ്ങളെ പുറന്തള്ളുന്നു, പ്രൊട്ടക്ട് ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറി, ബാഹ്യം പുറത്തുനിന്നുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഒരു 3 പോയിന്റെങ്കിലും എൻ്റെ മക്കൾ പഠിച്ചേക്കുക, ഈ ന്യൂറോഗ്ലിയൽ സെൽസിൻ്റെ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക.